ഇനി വീട്ടുമുറ്റത്ത് പച്ചക്കറി ഉൽപാദനത്തിൽ വിപ്ലവം തീർത്ത ഒരു യുവാവുണ്ട് മലപ്പുറത്ത്. അടയ്ക്കാക്കുണ്ട് കിളിക്കോട്ടിൽ സുബീഷ് എന്ന കുട്ടനാണ് ആ യുവ കർഷകൻ. വെറുതെ നേരം പോക്കിന് തുടങ്ങിയ കൃഷി വീട്ടിലേക്കുള്ള പച്ചക്കറി ലഭിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇന്ന് കുട്ടന്റെ പ്രധാന വരുമാന മാർഗം കൂടിയാണ്. കാണാം ആ കാഴ്ച. ഹലോ ഹായ് നമസ്കാരം. അപ്പം റൈഡിംഗ് റിപ്പോർട്ടർ ഇന്ന് പോകാൻ പോകുന്നത് ഒരു യുവ കർഷകന്റെ വീട്ടിലേക്കാണ്. മലപ്പുറം നിലമ്പൂര് കാളികാവിലാണ് സുബീഷ് എന്ന പേരുള്ള ഈ യുവ കർഷകനുള്ളത്. അപ്പൊ നമുക്ക് സുബീഷിന്റെ വീട്ടിലേക്ക് അങ്ങ് വെച്ച് പിടിച്ചാലോ? ചോദിച്ച് നമ്മൾ സുബീഷിന്റെ വീട്ടിലേക്ക്. ഓക്കെ, അപ്പം നമ്മൾ സുബീഷിന്റെ വീട്ടിലെത്തി. അപ്പം ഇനി സുബീഷിന്റെ വീട്ടിൽ പോയിട്ട് നമുക്ക് സുബീഷിന്റെ പച്ചക്കറി കൃഷിയൊക്കെ ഒന്ന് കണ്ടുവരാം. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സെറ്റപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവല്ലോ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ കാണിക്കാൻ പോകുന്നത് കൃഷിയെ കുറിച്ചിട്ടാണ്. ഈ പടവലങ്ങ ഇങ്ങനെ നീണ്ട് നിവർന്ന് നിൽക്കുവാണ്. അപ്പം പടവലങ്ങ കൃഷി അല്ലെങ്കിൽ സ്വന്തം വീട്ടുമുറ്റത്ത് പടവലങ്ങയുടെ ഒരു പന്തൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഒരു യുവ കർഷകനെയാണ് ഇന്ന് നമ്മൾ റൈഡിംഗ് റിപ്പോർട്ടറിൽ കാണിക്കാൻ പോകുന്നത്. അപ്പം പടവലങ്ങ മാത്രമല്ല, ഇപ്പം എൻ്റെ കയ്യിലുള്ളത് നല്ല അടിപൊളി വെണ്ടയ്ക്കയാണ്, അതുപോലെ തന്നെ വഴുതിനയുണ്ട്, അതുപോലെ തന്നെ മുളകുണ്ട്, അതുപോലെ ചിരങ്ങയുണ്ട്. അപ്പം ഇത്രയും സാധനങ്ങൾ ഈ സുബീഷിന്റെ ചെറിയ കൃഷിത്തോട്ടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സുബീഷിന്റെ വീട് എവിടെയാണെന്ന് അറിയണ്ടേ? മലപ്പുറം നിലമ്പൂർ കാളികാവ് അടയ്ക്കാക്കുണ്ട് മൈലാടിയിലാണ് സുബീഷിന്റെ വീട്. അപ്പം ഇവിടുത്തെ കൃഷിത്തോട്ടത്തിലെ കൊച്ചു കൊച്ചു കാഴ്ചകളാണ് ഇന്ന് റൈഡിംഗ് റിപ്പോർട്ടർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഏതൊക്കെ ഇനത്തിൽപ്പെട്ട സാധനങ്ങൾ അവിടെ പ്രധാനമായിട്ടും ചെയ്യുന്നത്? ഇതാണ് നമ്മൾ ധരണി ഇനത്തിൽപ്പെട്ട വൈദ്യുതി വിത്താണ്, പടവൽ വിത്താണ് എനിക്ക് കിട്ടിയത്. അതാണ് ഇപ്പോൾ കാണുന്നത്, ലോങ് വൈറ്റിൽ എന്ന് പറഞ്ഞിട്ട് ധരണി ഇനത്തിൽപ്പെട്ട ഇനമാണ് അത്. പിന്നെ വെണ്ടയാണെങ്കിൽ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ടതാണ് അത്. പിന്നെ വഴുതനങ്ങി അതേപോലെ തന്നെ ഗ്രേസിയോ എന്ന് പറഞ്ഞിട്ടൊരു ഇനത്തിൽപ്പെട്ടതാണ്. അപ്പോൾ സംഭവം ഇതിനെ പറ്റിയൊക്കെ പഠിച്ചു കഴിഞ്ഞു? പഠിച്ചു. അതൊക്കെ നമ്മൾ വളക്കടയിൽ പോകുമ്പോൾ പുള്ളി പറയുന്നതാണ് സംഭവങ്ങളൊക്കെ. ഇനി സുബീഷിന്റെ ബാക്കി കൃഷിരീതികളെ കുറിച്ചൊക്കെ നമുക്ക് ചെറിയൊരു റിപ്പോർട്ടായിട്ട് തന്നെ കാണാൻ വിചാരിക്കുന്നു. പറിച്ചാലും തീരാത്ത ഹൈബ്രിഡ് വെണ്ട, മുളക്, തക്കാളി, ചേന, ചേമ്പ് എന്നിവയാണ് വീട്ടുമുറ്റത്ത് വിളയിച്ചിട്ടുള്ള മറ്റിനങ്ങൾ. പുകയില കഷായം തളിച്ചാണ് സുബീഷ് കീടാണുക്കളെ പ്രതിരോധിക്കുന്നത്. അയൽ വീടുകളിലേക്ക് സുബീഷ് പച്ചക്കറി സൗജന്യമായി നൽകുന്നുണ്ട്. പടവലത്തിന് ശരാശരി 1.5 മീറ്റർ നീളമാണ് ഉണ്ടാകാറുള്ളത്. ഏകദേശം 2 വർഷമായിട്ട് ഞാൻ തുടരെ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അന്ന് ചെയ്തത് ഇതിനേക്കാളും ചെറിയ പടവലായിരുന്നു. ഇതിപ്പോ എത്രയൊക്കെ ഉണ്ടാവും? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 7 അടിയിലുള്ള നീളമുണ്ട്. ഇതിൽ 2 ഇനം വിത്തുണ്ട്, ചെറുതുണ്ട് വലുതുണ്ട്. ഇത് ഏകദേശം ഒരു 4 അടി 5 അടിയോളം വരുള്ളൂ. ഇതൊന്നും വളർച്ച കഴിഞ്ഞില്ല. ഇതൊന്നും പാകപ്പെട്ടിട്ടില്ല. പാകപ്പെടാൻ കുറച്ചുകൂടി വളരാനുണ്ട്. പിന്നെ മെയിനായിട്ട് വഴുതനങ്ങയുണ്ട്, പിന്നെ വെണ്ടയുണ്ട്. ഇതിനൊക്കെ മെയിനായിട്ട് പിന്നെ എനിക്ക് ആദ്യമേ ചെയ്ത കൃഷി ഞാൻ ഇതുപോലെ അല്ല ചെയ്തിട്ടുണ്ടായിരുന്നത്, മണ്ണിൽ തന്നെ ചെയ്തത്. നിലവിൽ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡുള്ളത് എറണാകുളം സ്വദേശിയായ KS സജീവന്റെ പുരയിടത്തിൽ വളർന്ന 2.73 മീറ്റർ നീളമുള്ള പടവലത്തിനാണ്. സുബീഷിന്റെ പുരയിടത്തിൽ കൃഷി ചെയ്ത പടവലത്തിന്റെ നിലവിലെ നീളം 2.7 മീറ്റർ ഉണ്ട്. മണ്ണിന്റെ ഫലപുഷ്ടിയും ഹൈബ്രിഡ് വിത്ത് ഉപയോഗിച്ചതും വ്യത്യസ്ത കൃഷിരീതിയും അവലംബിച്ചതുമാണ് ഇത്രയും നീളത്തിലുള്ള പടവലങ്ങ വിളയുവാൻ കാരണം. ഇതിന് നമ്മൾ മെയിനായിട്ട് നിലമൊരുക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. നിലമൊരുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിത്ത് മുളയ്ക്കുന്ന സമയത്ത് നമ്മൾ പച്ച ചാണകമല്ലേ, പച്ച ചാണകം കലക്കിയിട്ട്
ആ തെളിനീരാണ് അതിന് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ചെടികൾക്ക് പൊങ്ങി വരുമ്പോഴത്തേന്. പിന്നെ അത് കഴിഞ്ഞ് ഇത് പന്തലേക്ക് കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിളവൊന്ന് ചെടി മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കാര്യമായിട്ടൊന്നും നോക്കണമെന്നില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ചെയ്ത് കൊടുത്താൽ മതി. മണ്ണിങ്ങനെ ആക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് മാത്രം നോക്കിയാൽ മതി. പിന്നെ ഡെയിലി ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ അത്രയൊന്ന് കള ഉണ്ടെങ്കിൽ അതെല്ലാം പറിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൊരു മെയിൻ്റെനൻസ് ഇതിന് ചെയ്യാനുള്ളത്, വേറെ ഒന്നുമില്ല കാര്യമായിട്ടും. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പച്ചക്കറി ഉണ്ടല്ലോ, ഇതിൽ ഒരു തരി പോലും വിഷമില്ല. ഇത് ഇവരുടെ സ്വന്തം വീട്ടിലേക്കായിട്ടുള്ള ആവശ്യത്തിനും തൊട്ടടുത്ത കടകളിലേക്കുമെല്ലാം സുബീഷ് ഇന്ന് നൽകുന്നുണ്ട്. സുബീഷ് പറയുന്നത് ദിവസം 1 മണിക്കൂർ സമയം ഇതിനായിട്ട് ചെലവഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം വീട്ടിലേക്കുള്ള പച്ചക്കറി നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഏക്കർ കണക്കിന് സ്ഥലമൊന്നും വേണ്ട, കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കൂടുതൽ ലാഭവും ഒപ്പം തന്നെ വിഷമില്ലാത്ത പച്ചക്കറിയും കഴിക്കാം എന്നുള്ളതാണ്. സുബീഷിന്റെ ഈ മാതൃക കൂടുതൽ ഇടങ്ങളിലേക്ക് പടരട്ടെ. ക്യാമറമാൻ മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 മലപ്പുറം. അപ്പോൾ നേരം പോക്കിന് സുബീഷ് തുടങ്ങി വെച്ച കൃഷി ആ നാട്ടുകാർക്ക്, ആ ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ നല്ല ഭക്ഷണം കഴിക്കാൻ ഇടയാക്കി. ഏതായാലും ഇതുപോലെ സുബീഷിൽ നിന്ന് ഇൻസ്പയർഡായി കൂടുതൽ കൃഷിക്കാരും ഒക്കെ ഉണ്ടാവട്ടെ.